കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പിസോഡ് 159, അതായത് 159 എപ്പിസോഡ്, ക്രിസ്തീയ ജലസ്നാനം എന്ന പഠന പരമ്പരയിലെ 11ാമത്തെ ക്ലാസ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലെ സ്നാനം എന്താണ് തിരുവചനം ഈ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് എങ്കിൽ അത് ഏത് സ്നാനമാണ് എന്നുള്ള വിഷയത്തിന്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമ്മൾ ജലസ്നാനം എന്ന ഒരു വിഷയം ഒരു പഠന പരമ്പരയിലായിരുന്നു. ഏകദേശം 10 ക്ലാസ്സോളം നമ്മൾ ചെയ്യുവാനായിട്ടിടയായി. കൊർന്നല്യോസിന്റെ സ്നാനം എന്ന വിഷയം വരെ നമ്മൾ പഠിക്കുവാനായിട്ടിടയായി. അതായത് പഴയ നിയമത്തിലെ സ്നാനം, യോഹന്നാൻ സ്നാപകന്റെ സ്നാനം, കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ച സ്നാനം, പന്തിരുവരുടെ സ്നാനം, ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗത്തിൽ കർത്താവ് അലംഘനീയമായ കൽപ്പനയായി കൊടുത്തിരിക്കുന്ന സ്നാനം, ഈ വിഷയത്തെക്കുറിച്ചെല്ലാം ഓരോരോ എപ്പിസോഡായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. അങ്ങനെ 10ാമത്തെ ക്ലാസ് കൊർന്നല്യോസിന്റെ സ്നാനം വരെ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. ഈ സമയത്താണ് നമുക്ക് ചില ഇന്ററപ്ഷൻസ് നേരിടുവാനായിട്ടിടയായി. പലരും ഈ കാര്യങ്ങളിൽ എതിരഭിപ്രായമുള്ളവർ നമുക്കെതിരായിട്ട് തിരിയുവാനും ചില വീഡിയോകളൊക്കെ നമുക്കെതിരായിട്ട് ചെയ്യുവാനും ഇടയായി. അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടതായി വന്നതിനാൽ ചില ഇന്ററപ്ഷൻസ് ഈ ക്ലാസ്സുകളോടുള്ള ബന്ധത്തിൽ നേരിടുവാനിടയായി. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ആ പഠനം വീണ്ടും പുനരാരംഭിക്കുകയാണ്. ആ സ്നാനം എന്ന വിഷയം പുനരാരംഭിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ആലോചന പ്രകാരം എന്താണ് ആക്ച്വലി സ്നാനം, ക്രിസ്തീയ സ്നാനം എന്താണ്, നാം എന്ത് സ്വീകരിക്കണം, അതായത് ഈ നല്ല നോട്ടും കള്ളനോട്ടും തമ്മിലുള്ള വ്യത്യാസം പോലെ എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്നാനം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന സ്നാനത്തിന്റെ ഉപദേശമെന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അടുത്തു വരുന്ന സ്നാനങ്ങളൊക്കെ എത്രമാത്രം നമുക്ക് റെലവന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുവാനായിട്ട് കഴിയും. അതായത് നല്ല നോട്ട് എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ, കള്ള നോട്ടുകൾ, അത് ഇതും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് നല്ല നോട്ടിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ കള്ളനോട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന സ്നാനം എന്താണ്, തിരുവചനത്തിൽ കൂടി എന്താണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന വിഷയമാണ് നാം പ്രാരംഭികമായിട്ട്, അതായത് ഇന്ന് 11ാമത്തെ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും മുമ്പ് നടന്നതുപോലെ തന്നെ പല സ്നാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16ാം അധ്യായത്തിൽ ലുദിയയുടെ സ്നാനം, ലിഡിയ സ്നാനപ്പെടുന്ന ഒരു ഭാഗം, അത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതേ അധ്യായത്തിൽ തന്നെ ഈ ഫിലിപ്പിയനിലെ ഫിലിപ്പിയൻ കാരാഗ്രഹ പ്രമാണിയുടെ സ്നാനം, അദ്ദേഹത്തിന്റെ കുടുംബവും സ്നാനപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. ആ വിഷയം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. 18ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളിലെ 18ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊരിന്തിൽ അനേകർ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 19ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ 12 ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നടക്കുന്ന ഒരു വളരെ വിവാദമായിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികൾ 19ലെ ഒരു സ്നാനത്തിന്റെ വിഷയമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിലെ ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം അപ്പോസ്തലനായ പത്രോസ് തന്റെ 1ാമത്തെ ലേഖനം 3ാം അധ്യായം 21ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു സ്നാനമുണ്ട്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അല്പം മനസ്സിലാക്കണം. എബ്രായ ലേഖനം 6ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, മരിച്ചവരുടെ പുനരുദ്ധാനം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി അത് നമുക്ക് എത്രമാത്രം റെലവന്റ് ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു 10-17 എപ്പിസോഡുകൾ നമ്മൾ അതിന്റെ ആ ഒരു വിഷയത്തിനോടുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോഴാണ് അതൊരു പൂർണ്ണ സ്പെക്ട്രം, ആ ഒരു സ്നാനം എന്ന പഠന പരമ്പര നമുക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അതിന്റെ അവസാനം ഈ ജലസ്നാനം നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ആ കൊടിയ ദോഷം, ആ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വാഗ്ദത്വത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് കൂടെ എടുത്തു കാണിച്ചതിനെ മനസ്സിലാക്കി തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകൾ കൂടി ഒരു എപ്പിസോഡിൽ കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു പൂർണ്ണമായ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ് തുടർമാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് യഥാർത്ഥ ക്രിസ്തീയ സ്നാനം എന്താണ്, തിരുവചനം എന്താണ് സ്നാനം എന്ന വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന കാര്യമാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ജംപ് ഇൻ സ്ട്രേറ്റ് ഇൻ ടു ദ സബ്ജക്ട്. നമ്മൾ ഈ വിഷയത്തിലേക്ക് നേരെ കടക്കുകയാണ്. മുഖവുരകൾ അധികം പറയുന്നില്ല, എന്നിരുന്നാലും ചില വിഷയങ്ങൾ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ആ വിഷയത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഞാൻ ആ പുതിയ നിയമത്തിലെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക്
ഈ കൃപാ കാലഘട്ടത്തിൽ ദൈവം തന്നിരിക്കുന്ന സ്നാനത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണോ എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം തീർച്ചയായിട്ടും ആണ്. നമുക്ക് രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണ് എന്നാണ് എൻ്റെ ഉത്തരം. എന്നാൽ ആ സ്നാനം ജലസ്നാനമല്ല, പ്രത്യുത പരിശുദ്ധാത്മ സ്നാനമാണ്. ഇന്ന് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ജലസ്നാനമല്ല, മറിച്ച് പരിശുദ്ധാത്മ സ്നാനമാണ്. ഇന്ന് നമ്മുടെ രക്ഷയ്ക്ക് ജലസ്നാനത്തിന് ഒരു പങ്കും ഇല്ല എന്ന് പല ആവർത്തി ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ കൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ബാപ്റ്റിസം ഹാസ് ആബ്സല്യൂട്ട്ലി നോ റോൾ ഇൻ ദിസ് ഏജ് ഓഫ് ഗ്രേസ് ഫോർ അവർ സാൽവേഷൻ. ഈ കൃപാ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ജലസ്നാനത്തിന് ഒരു പങ്കുമില്ല, അതിന്റെ റോള് 0 ആണ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. കാര്യം കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ഇത് നിലനിൽക്കുന്ന ഉപദേശമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്നെയല്ല, നമ്മൾ ജനിച്ചപ്പോൾ മുതലേ പഠിച്ചു വരുന്ന ഉപദേശമാണ്. സഡൻലി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഉപദേശം ഇല്ല, അത് തെറ്റാണെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉൾക്കൊള്ളുവാൻ ആ ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാര്യം നാം പാരമ്പര്യമല്ലാതെ തിരുവചനം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പുരോഹിതന്മാരും നമ്മളെ നടത്തിയ ആത്മീക നേതാക്കന്മാരും പഠിപ്പിച്ചതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് വായിക്കാനും പഠിക്കാനും കഴിയുന്ന രീതിയിൽ ബൈബിൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി തന്നിരിക്കുന്നതാണ്. ആരും പഠിപ്പിച്ച ട്രഡീഷൻ ഫോളോ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. തിരുവചനം എന്തു പറയുന്നു അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ദൈവിക ഉദ്ദേശം, ദൈവത്തിന്റെ നമ്മളോടുള്ള താല്പര്യം. അതുകൊണ്ട് അത് മനസ്സിലാക്കി അതിന് പ്രകാരം മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ജലസ്നാനം എന്ന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുവാൻ നമുക്കൊരല്പം പ്രയാസമുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. അതായത്, ലെറ്റ്സ് സേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ഒരു ആട്ടുകൊറ്റനെയോ ഒരു കാളക്കിടാവിനെയോ യാഗം കഴിക്കുകയാണെന്ന് ധരിക്കുക. നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പള്ളിയിൽ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരാൾ ആൾട്ടർ ഇതൊക്കെ കെട്ടിയിട്ട് നമ്മളൊരു യാഗപീഠം മാതിരിയൊക്കെ കെട്ടി അവിടെ ഒരു ആടിനെയോ അവിടെ ഒരു പശുവിനെയോ ഒരു കാളക്കിടാവിനെയോ ഒക്കെ യാഗം കഴിക്കുക എന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു യാഗപീഠമൊക്കെ പണിത് അങ്ങനെ ഒരു ആട്ടുകൊറ്റനെ, ഞാൻ കുറെ പാപം ചെയ്തതായിട്ട് തോന്നുന്നു, അതിനകത്ത് ഒരു പരിഹാരം വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു ആട്ടുകൊറ്റനെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയോ ഒക്കെ യാഗം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ദൈവത്തിന് പ്രസാദകരമാകുമോ അതോ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാകുമോ? നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ വിട്ടുതരിക. ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാര്യം കർത്താവായ യേശു ക്രിസ്തു, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ ഒരിക്കലായി പരമയാഗമായിരിക്കുക. ആ കാൽവറി യാഗത്തിലൂടെ നമ്മെ എന്നേക്കുമായിട്ട് വീണ്ടെടുത്തിരിക്കുക, ഒരിക്കലായി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇനി നമ്മുടെ പാപത്തിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ നമ്മൾ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിനെ പരസ്യമായിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരല്പം കൂടെ എടുത്തു പറഞ്ഞാൽ ആ ക്രൂശിനെ കല്ല് വലിച്ചെറിയുന്നതിന് തുല്യമാണ്. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലോട്ട് അതൊന്ന് കയറണം, അതൊന്ന് ശരിക്കൊന്ന് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ കാൽവറി ക്രൂശിനെ അപമാനിക്കുന്നതിന് തുല്യമാ നിങ്ങൾ ഇന്നൊരു കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ സെയിം തെറ്റാണ് നിങ്ങൾ ഇന്ന് ഈ ജലസ്നാനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാര്യം ഇവിടെ യാഗത്തിന് പകരമായിട്ടാണ് ഈ ജലസ്നാനം അവരുടെ പാപമോചനത്തിനായി കൊടുത്തിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പാപമോചനം ജലസ്നാനത്തിൽ കൂടി അല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്ന ദൈവിക പ്രമാണം നമ്മെ അറിയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ സ്നാനത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ആ യാഗത്തിലും ആ പഴയ പ്രമാണങ്ങളിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ കാൽവറി ക്രൂശിനെ വ്യർത്ഥമാക്കുക, അത് അർത്ഥമില്ലാത്തതാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വചനത്തിൽ പരിജ്ഞാനമോ അല്ലെങ്കിൽ അവരവർ തന്നെ നിൽക്കുന്ന വിശ്വാസത്തിൽ അടിയുറപ്പോ ഇല്ലാത്തവരായിട്ടുള്ള ചില ആത്മീക നേതാക്കന്മാര് എന്ന് അഭിപ്രായപ്പെടുന്ന ചില ലീഡേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്നാനം രക്ഷിക്കപ്പെടാനല്ല, സ്നാനവും രക്ഷയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടതിന്റെ പരസ്യ പ്രഖ്യാപനമായിട്ടാണ് സ്നാനം എന്നൊക്കെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അത്
അവർക്ക് വചനത്തിൽ അടിസ്ഥാനമില്ലാത്തത് കൊണ്ടും അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അവർക്ക് കൂറില്ലാത്തത് കൊണ്ടും കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടുമാണ് അങ്ങനെ പറയുന്നത്. അല്പം കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. എന്ന് പറയുന്നതിന് തുല്യവും വചനത്തിൽ അടിസ്ഥാനമില്ലാത്തതിന്റെ തെളിവുമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. രക്ഷപ്പെടാനല്ല, രക്ഷിക്കപ്പെടാനല്ല, അത് രക്ഷിക്കപ്പെട്ടതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാനായിട്ട് നോക്കുന്നത്. ഈ പറയുന്ന ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. കാര്യം ഇന്ന് എനിക്കറിയാവുന്ന ക്രിസ്തീയ പ്രമാണങ്ങൾ എല്ലാവരും തന്നെ നിലനിൽക്കുന്നത് നിക്കിയ വിശ്വാസ പ്രമാണത്തിന്റെ ബേസിസിലാണ്. നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന നൈസിയൻ ക്രീഡ്, അതിന്റെ ബേസിസിലാണ് ഈ എല്ലാ ക്രിസ്ത്യാനികളും നിൽക്കുന്നത്. ആ വിശ്വാസ പ്രമാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ വിശ്വാസ പ്രമാണം പെട്ടെന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം. ഇതാണ് നൈസിയൻ ക്രീഡ്. ഇത് ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നാൽ ഇതേപോലെ ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ്. നൈസിയൻ ക്രീഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിക്കിയ വിശ്വാസ പ്രമാണവും ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. അതിന്റെ അവസാനത്തെ ചില ലൈനുകൾ ഞാനത് കാണിക്കാം. ഇവിടെ കണ്ടില്ലയോ, ഈ ലൈൻ കണ്ടില്ലയോ? ഐ അക്നോളജ് ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. കാണുന്നുണ്ടോ? ഈ ആമീൻ കഴിഞ്ഞിട്ട് അതിന് മേലത്തെ ലൈനാണ് ഐ അക്നോളജ് ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്നാനം ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ അക്നോളജ് ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. മനസ്സിലായി? ഇതാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ആൻഡ് ദ ലൈഫ് എറ്റേണൽ ദാറ്റ് ഈസ് ഓഫേർഡ് ടു മീ, ആമേൻ എന്ന് പറഞ്ഞു നിർത്തുക. ഐ അക്നോളജ് ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. ഇതാണ് നിക്കിയ വിശ്വാസ പ്രമാണം പറയുന്നത്. ലെറ്റ്സ് സേ വിശ്വാസ പ്രമാണം അവിടെ നിൽക്കട്ടെ, നമ്മുടെ പ്രമാണം ബൈബിൾ ആണല്ലോ. ഇവിടെ ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന അടിസ്ഥാന പ്രമാണമാണ് സ്നാനത്തിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം, ലെറ്റ് മീ ഓപ്പൺ ബൈബിൾ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 16-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. എന്നിരുന്നാലും ചിലരൊക്കെ അറിയാത്തവരുണ്ടല്ലോ, വചനം കണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ വചനം ഒന്ന് കാണിക്കാം. ഇവിടെ പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്താണ് ഇവിടെ പറയുന്നത്? ഇത് സ്നാനം രക്ഷയ്ക്ക് ആവശ്യമില്ലെന്നാണോ ഈ പറഞ്ഞേക്കുന്നത്? വിശ്വസിക്കുകയും, എന്തിൽ വിശ്വസിക്കണം? കർത്താവായ യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും, അങ്ങനെ വിശ്വസിച്ചിട്ട് ജലസ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്നതാണ്. ഈ പറയുന്ന ഈ കൂട്ടരുടെ വിശ്വാസത്തിന്റെ അവരുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത് ഈ വാക്യങ്ങളിലാണ്. എന്നിട്ട് തന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവർ പറയുന്നതെന്ന് അറിയത്തില്ല. സ്നാനം രക്ഷയ്ക്കല്ല, അത് ജനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതിന്റെ രണ്ടാമത്തെ ലൈൻ കണ്ടോ? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത്ര ക്ലിയർ ആയിട്ട് ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യത്തെയാണ് പറയുന്നത് അത് അങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അത് രക്ഷയ്ക്കല്ല എന്നൊക്കെ. ഇവരുടെ അടുത്ത വിശ്വാസം, ഇവരുടെ പ്രമാണം നിൽക്കുന്ന അടുത്ത വാക്യമായി കാണിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2:38. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച പ്രമാണങ്ങളാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് വിശ്വസിക്കുന്നവരാ. അവിടെ നിന്ന് പന്തിരുവരിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അതായത് നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. എന്തിനു വേണ്ടിയിട്ടെന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇതിന് എന്താ ഞാൻ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് പറയേണ്ടത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതും ഈ പറയുന്ന ഉപദേശിമാരുടെയൊക്കെ അടിസ്ഥാന പ്രമാണ വാക്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അവിടെ പറയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത്രയും വ്യക്തമായിട്ട് ഇരുന്നിട്ടും പറയുന്നത് അത് സ്നാനം രക്ഷിക്കപ്പെടാനുള്ളതല്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ വാക്യം കണ്ടില്ലയോ? ഇത് ദൈവം അലംഘനീയമായ കൽപ്പനയായിട്ട് കൊടുത്തിരിക്കുക. മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് പന്തിരുവരോട് കൽപ്പിക്കുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ടും പറയുന്നത് അത് അല്ല, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, അത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്നാനം ഇന്ന് പരസ്യ പ്രഖ്യാപനം, രക്ഷിക്കപ്പെട്ടതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വചനത്തിൽ അതിനെക്കുറിച്ച് പരിജ്ഞാനമില്ല, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന പ്രസ്ഥാനം
ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നുള്ള വിഷയത്തിൽ അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. അത് സ്നാനം പാപത്തിന്റെ മോചനത്തിന് തന്നെയാണ് കൊടുത്തിരുന്നത്. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അത് വളരെ വ്യക്തമാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന അലംഘനീയമായ കൽപ്പനയാണ്. അതിനെ ജനത്തെ കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പരസ്യ പ്രഖ്യാപനമോ ഒന്നുമല്ല, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് തന്നെയാണ്. അപ്പം അത് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പറയുന്ന പരസ്യ പ്രഖ്യാപനമാണെന്ന് പറയാൻ കാര്യം, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല ചോദ്യങ്ങൾക്കും ആൻസർ ഇല്ല. ഇപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് കാൽവറിയിൽ യാഗമായത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കൂടെ നമുക്ക് രക്ഷയില്ലേ? അതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ല. അതിന് ആൻസർ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ സ്നാനം രക്ഷിക്കപ്പെടാനല്ല, അതിലാണ് രക്ഷ. ഇത് പിന്നെ ചുമ്മാതെ ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പും. അങ്ങനെ അല്ല അതിന്റെ ആൻസർ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന 1 പത്രോസ് 3:21 പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടാണ് പരസ്യ പ്രഖ്യാപനം, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ പരസ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ, അതായത് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം അവിടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമാണ്. ഇത് രണ്ടും കറക്റ്റ്. ഈ നമ്മൾ ചോദിക്കുക, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായതിന്റെ പർപ്പസ് എന്തായിരുന്നു? അതിലൂടെ അല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആൻസർ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ സ്നാനത്താൽ അല്ല എന്ന് പറയുന്നത്. എന്നാൽ അതിനൊരു പിടിവള്ളി മാതിരിയാണ് ഈ 1 പത്രോസ് 3:21 വാക്യം എടുത്തിട്ട് അവിടെ പറയുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ നിന്ന് 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിന്ന്. അതേ പത്രോസ് അപ്പോസ്തലൻ തന്നെ വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുക, ഇത് നിങ്ങളുടെ സ്നാനം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻ ജനത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന്. പത്രോസ് അപ്പോസ്തലന് തെറ്റ് പറ്റിയതാണോ? അല്ലെങ്കിൽ ഈ തിരുവചനം എഴുതിയ പരിശുദ്ധ ആത്മാവ് പത്രോസ് അപ്പോസ്തലനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ആത്മാവിന് തെറ്റുപറ്റിയതാണോ? തീർച്ചയായിട്ടും അല്ല. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റാ. പക്ഷെ ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാലഘട്ടത്തിലാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഞാനൊരു ചെറിയ സ്കെച്ച് കാണിച്ചിട്ട് നിങ്ങളെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പറയുന്നത് ഇത് കണ്ടില്ലേ, ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്കെച്ച് കാണിക്കുന്നത്. ഈ ന്യായപ്രമാണ യുഗം, അതിന്റെ അവസാനത്തിലാണ് കർത്താവിന്റെ കാൽവറി യാഗം എന്ന് പറയുന്നത്. കർത്താവിന്റെ ആ കാൽവറി യാഗം നടക്കുന്നത്. ആ കാൽവറി യാഗം കഴിഞ്ഞ് നടക്കുന്ന ഒരു വർഷത്തെ ഒരു പീരീഡ് ഉണ്ട്. ആ പെന്തക്കോസ്ത് നാളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇതിന്റെ 50-ാമത്തെ ദിവസം, ക്രൂശ് കഴിഞ്ഞ 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരുന്നതൊക്കെ ഈ പെന്തക്കോസ്ത് നാളില. ഈ കാലഘട്ടത്തിലാണ് ഈ 2:38 അപ്പോസ്തലപ്രവൃത്തികൾ 2:38 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൃപായുഗം ആരംഭിക്കുക. ദൈവം അവരെ കൈവിടുകയും ഇസ്രായേലിനെ കൈവിടുകയും പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് ഇവിടെ ഒരു കൃപാ കാലഘട്ടം ആരംഭിക്കുക. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന കഴിഞ്ഞ 2000 വർഷത്തെ, അപ്രോക്സിമേറ്റ്ലി 2000 വർഷത്തെ ഈ ഒരു കാലഘട്ടത്തെ കൃപായുഗമാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇത് ക്രിസ്ത്യാനിറ്റിയാ, ഇത് യഹൂദിയ വിശ്വാസമല്ല. ഇവിടുത്തെ സ്നാനം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത് നാളിൽ നടന്ന സ്നാനമല്ല. കാര്യം ആ പദ്ധതി ദൈവം സ്റ്റോപ്പ് ചെയ്ത് അത് ഹോൾഡിലാണ്. ആ പദ്ധതി അല്ല ഈ കൃപായുഗം എന്ന് പറയുന്ന ദൈവിക പദ്ധതി. ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഈ ഉൽപ്രാവണം കൊണ്ട് തീരും. ഇവിടെ നിങ്ങൾ കാണുന്നത് ഉൽപ്രാവണം. ആ ഉൽപ്രാവണം കൊണ്ട് ഈ കാലഘട്ടം തീരും. അതിനുശേഷം അന്ത്യകാലം എന്ന് പറയുന്ന ഒരു 7 വർഷത്തെ കാലഘട്ടം ആരംഭിക്കും. അതിൽ ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തും. റോമാലേഖനം അതിന്റെ 11-ാം അധ്യായം 26-ാം വാക്യത്തിലൊക്കെ പറയുന്നതാണ്. കർത്താവ് വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് 666 ഇവിടെ നിലവിലിരിക്കുന്ന കാലമാണ്. അന്ന് 1/3 യഹൂദന്മാര് രക്ഷിക്കപ്പെടും. അതായത് 100 യഹൂദനെ എടുത്തു കഴിഞ്ഞാൽ 66 എണ്ണം പട്ടുപോകും, 33-34 പേര് രക്ഷിക്കപ്പെടും. അത്രമാത്രം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് അത്. അവിടെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ. എന്നിരുന്നാലും ദൈവത്തിന്റെ പ്രത്യേക കൃപ അവരുടെ മേലുണ്ടാകും. കർത്താവ് അവരെ രക്ഷിക്കും. കർത്താവിന്റെ കരുണ അവരോട് കൂടെ ഉണ്ടായിരിക്കും. ഇതിനെ അന്ത്യകാലം എന്ന് പറയുന്ന 7 വർഷം
വർഷം. അവിടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് 3:21. അവിടെ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അവരുടെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ അവർ എടുത്തു പറയേണ്ടുന്ന ആവശ്യമുണ്ട്. എബ്രായ ലേഖനം മുതൽ കാണുന്ന ബുക്കുകളെല്ലാം തന്നെ പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും യൂദ അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും എല്ലാവരും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അന്ത്യകാലത്തിന്റെ സെറ്റിങ്സിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. അവിടെ അവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ അവർ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന്റെ പർപ്പസ് ഇതാണ്. ആ സമയത്ത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ദെയർ ഫെയ്ത്ത്. മറ്റുള്ളവരെ കാണിക്കണം, ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനം ഏൽക്കുന്നു എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. ആ സമയത്തേക്ക് എഴുതിയിരിക്കുന്ന ഇത് രണ്ടും കറക്റ്റാണ്. ഇതും ഇവിടെ പെന്തക്കോസ്ത് നാളിലും പത്രോസ് അപ്പോസ്തലൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും സ്നാനം ഏൽപ്പിന്ന് പറഞ്ഞ്, അതേ പത്രോസ് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ട് ഇവിടെ സ്നാനം കഴിക്കുവാനായിട്ട് പറയും. ഇത് കാലഘട്ടം വേറെ, അതാണ് വിഷയം. ഇവിടെ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ രണ്ട് കാലത്തിലുമല്ല, ഈ പെന്തക്കോസ്റ്റ് പീരീഡിലുമല്ല, അന്ത്യകാലത്തിലുമല്ല, ഇതിനിടയിൽ വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് രക്ഷ എന്നാണ് നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കത് അറിയാതെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്രകാരം നമ്മളങ്ങ് പെന്തക്കോസ്ത് നാളിൽ നടന്ന കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്ന അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുക. അതിന്റെ പ്രശ്നം കാരണം നമ്മുടെ വിളിയിൽ നിന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും നമ്മുടെ സ്വർഗീയ പദ്ധതിയിൽ നമ്മളെ അമ്പെ പരാജയപ്പെടുത്തിയിരിക്കുക. ഞാൻ ഈ പറയുന്ന 5-10 പേരുടെ കാര്യമല്ല, കോടാനുകോടി ക്രിസ്ത്യാനികളുടെ കാര്യമാണ്. 800 കോടി ജനം ഇന്ന് ഭൂമിക്ക് മേലെ നിൽക്കുന്നതിൽ 300 കോടി ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് 299 കോടിയുടെയും കേസ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇത് കർത്താവ് പഠിപ്പിച്ചതല്ലേ? പന്തിരുവര് ഇത് പ്രസംഗിച്ചതല്ലേ? ഗ്രേറ്റ് കമ്മീഷനായിട്ട് തന്നതല്ലേ? ഇതെല്ലാം ശരിയാ, കർത്താവ് പഠിപ്പിച്ചതാണ്, ഗ്രേറ്റ് കമ്മീഷനായിട്ട് തന്നതാണ്, പന്തിരുവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഉത്തരം ഒറ്റ വാക്കിൽ തീരും. അതായത് ഇതൊന്നും അശേര പ്രതിഷ്ഠകളെയോ ബാൽ വിഗ്രഹങ്ങളെയോ ആരാധിച്ച് ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടി നിന്നിരുന്ന എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ജാതികളായ ജനങ്ങളോട് പറഞ്ഞതല്ല. അത് പ്രത്യേക ദൈവജനമായി ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളുമാണ്. ഇതൊന്നും നമുക്ക് തന്ന കൽപ്പനകളല്ല. ഇനി ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് നാം ആത്മീക ഇസ്രായേലായിട്ട് മാറി, ഒരു ദിവസം നമ്മളിങ്ങനെ ആത്മീക ഇസ്രായേലായിട്ട് മാറിയെന്നും അവർക്ക് ആ കൊടുത്തിരിക്കുന്ന അവകാശമൊക്കെ നമ്മുടെയും അവകാശത്തിന്റെ ഭാഗമാണ്, അത് നമുക്കും പറഞ്ഞിരിക്കുന്നതാണ്, അത് നമുക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പുകമറ സൃഷ്ടിച്ച് നമ്മളെന്തോ ഇസ്രായേലിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്തിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താ പറയുന്നത്? അഹങ്കാരം എന്ന് പറയണോ, അതോ അജ്ഞത എന്ന് പറയണോ, അതോ അസംബന്ധം എന്ന് പറയണോ? ഐ ഡോണ്ട് നോ. എന്താ ഇതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കോടിക്കണക്കിന് ജനങ്ങളെ നിത്യ നരകാഗ്നിയിലേക്കുള്ള റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിക്കാം. ഇനി ഇതൊന്നുമല്ല ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ അപ്പച്ചന്മാർ മുതലേ ഇതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ വെരി വെൽക്കം ടു ഫോളോ ദാറ്റ്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തന്നെ ഫോളോ ചെയ്യാം. പക്ഷെങ്കിൽ നിത്യ നരകാഗ്നിയിൽ ചെന്ന് ചേരുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം പഠിക്കുക, ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന ഈ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും നമുക്കില്ല. ഒരു മനുഷ്യനെ തെറ്റിച്ച് കളയാൻ നമുക്ക് താല്പര്യമില്ല. മനസ്സിലായ വിഷയം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റെടുത്ത് മനസ്സിലാക്കിയ വിഷയം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ അറിയിക്കുക ചെയ്യുന്നത്. ദൈവം നിങ്ങളോട് പ്രവർത്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആലോചന തരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അയൽപക്കത്തുകാരന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പായസം വിളിച്ചു തന്നേക്കും, അല്ലെങ്കിൽ ഒരു കേക്ക് പീസ് കിട്ടിയേക്കും, അത്രേ ഉള്ളൂ. കോടിക്കണക്കിന് രൂപ അവന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അയൽപക്കത്തുകാരനാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? യഹൂദനോടുള്ള വാഗ്ദത്തങ്ങളും കാര്യങ്ങളും നമ്മൾ ആശേരായെയും അർത്തമീസ് ദേവിയെയും ആരാധിച്ചു നിന്നിരുന്ന ജാതീയ ജനങ്ങളാണ്. നമ്മളോട് പറഞ്ഞിരുന്ന ഉപദേശങ്ങളല്ല അത്. നമ്മളോട് പറഞ്ഞിരുന്ന ഉപദേശം ഉണ്ട്. അതെന്താണ് നമുക്ക് മനസ്സിലാക്കണം. ഈ 66 പുസ്തകങ്ങളും നമുക്ക് തന്നതല്ലേ നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ബൈബിളും നമുക്ക് തന്നതാണ്, ഈ 66 പുസ്തകവും നമുക്ക് തന്നതാണ്. പക്ഷെ ഈ 66 പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുസരണത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നതല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുസരണത്തിന് വേണ്ടി തന്നിരിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പരിച്ഛേദന നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. പ്രമാണങ്ങളും പൗരോഹിത്യവും പതാരവും 10 കൽപ്പനയും യാഗങ്ങളും തിരുനാളും ഹനനയാഗവും ഹോമയാഗവും വാവും ശബത്തും ഇതെല്ലാം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്.
ഇതൊന്നും താങ്കളോട് ഫോളോ ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല. ഇന്ന് നിങ്ങൾ ഹനനയാഗവും ഹോമയാഗവും ഒക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അല്ലെ, നോഹയോട് ബോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളിപ്പോ ഒരു ആഞ്ഞിലി പലക തടി വെട്ടിയിട്ടിരുന്നു ബോട്ട് ഉണ്ടാക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടമുണ്ട്, ആവശ്യമുണ്ട്, ആ പറഞ്ഞിരുന്ന ജനമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉപദേശമുണ്ട്. ഈ കാലഘട്ടത്തിൽ രക്ഷ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് വെളിപ്പെടുത്താൻ ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തലനുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ. പോളിൽ കൂടെ എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങൾ, അതായത് റോമാ ലേഖനം മുതൽ, ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിട്ടില്ല, റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള ഇത് കണ്ടില്ല, പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്ന കൃപായുഗം എന്ന് പറയുന്ന ഒരു പീരീഡാണ്. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിലെ രക്ഷ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങൾ ഇത് മറ്റു പന്തിരുവർ പറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയത്തില്ല. കാര്യം അവർക്ക് അറിയാവുന്ന വിഷയമല്ല ഇത്. അവർ ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കാൻ വിളിച്ച ആൾക്കാരല്ല. ദൈവം അവരെ വിളിച്ചാക്കിയിരുന്നത് യഹൂദിയ വിശ്വാസം. അവരുടെ പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം അവരിൽ കൂടെ നടക്കുന്നത്. അത് ക്രിസ്തീയ വിശ്വാസമല്ല, അത് യഹൂദിയ വിശ്വാസമാണ്. ആനയും ആടും മാതിരി അജഗജാന്തരമുള്ള 2 വിഷയങ്ങളായത്. അവര് അബ്രഹാമിന് അറിയത്തില്ല റാപ്ചറിനെ കുറിച്ച്. നിങ്ങൾക്ക് അറിയാമോ? മോശയ്ക്ക് റാപ്ചറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നതായിട്ട് നിങ്ങൾക്ക് ധാരണയുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെ വിളിച്ചിറക്കി ദൈവം വാഗ്ദത്തം കൊടുത്തത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ആ അബ്രഹാമിന് അറിയാം എന്താണ് അദ്ദേഹത്തിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആ എബ്രായ ലേഖനം പഠിച്ചാൽ 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനെയും യാക്കോബിനെയും കൊണ്ട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ സ്വർഗീയ ഭവനത്തിനായി കാത്തിരുന്നു. അതാ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്. പരമ്പരയായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം അതാണ്. ആ സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക്, സ്വർഗത്തിലേക്ക് വരുന്നതിനെ അവർ കാത്തിരിക്കുന്നത്. ഈ പുസ്തകം തീരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ്. അതല്ല ക്രിസ്തീയ പദ്ധതി. നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന, റാപ്ചറിൽ ചേർക്കപ്പെടുന്ന, നാം നിത്യം സ്വർഗത്തിൽ വാഴുന്ന പദ്ധതിയാണ് ക്രിസ്തീയ പദ്ധതി. ഇത് രണ്ടും 2 പദ്ധതികളാണെന്ന് എന്ന് വരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ അന്ന് വരെ നിങ്ങൾക്ക് ഈ തർക്കിച്ചും വാദിച്ചും ഇവിടെ നിൽക്കാം. ഒരു ദിവസം ചത്ത് കെട്ട് നിത്യ നരകാഗ്നിയിൽ ചെന്ന് ചേരും. അതുകൊണ്ട് ഞാൻ ഇത്രയും കട്ടിയായിട്ട് പറയുന്നത്, അവിടെ ചെന്നിട്ട് കർത്താവ് ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇത് അറിയാതെ പോയി, ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചില്ല എന്നൊക്കെ എക്സ്ക്യൂസ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇനി അല്ല ഞങ്ങൾ മറ്റേ രീതിയാണ്, ഞങ്ങൾക്ക് കുറെ കൂടെ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതിലൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് മറിഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. അത് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ അപ്പോസ്തലനായ പൗലോസിൽ കൂടി പോളിനല്ലാതെ ഈ ഉലകത്തിന്റെ മേലെ ഒരു മനുഷ്യനും ആ വിവരം അറിയത്തില്ലായിരുന്നു. കാര്യം ദൈവം സ്വർഗത്തിൽ മറച്ചിരുന്നതാണ്. മിഖായേലിന് അറിയത്തില്ല, ഗബ്രിയേൽ ദൂതൻ അറിയാത്ത കാര്യം ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് പൗലിന് വെളിപ്പെടുത്തി കൊടുക്കുക. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ പെട്ടെന്ന്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം അവിടെ പറയാണ് സി ലെറ്റ് മീ ജസ്റ്റ് പ്രൊജക്ട് ദിസ്. ഇത് കണ്ടില്ലയോ സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്നെ ഒരു മനുഷ്യനും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഞാനൊരു ഏറ്റുപദേശിയുടെ റോളല്ല ഇവിടെ ചെയ്യുന്നത്. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന വെളിപ്പാടാണ്. അത് മിസ്റ്ററി റെവലേഷനാണ്. ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി എന്ന് പറയുന്നത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മമാണ്. അതിനുവേണ്ടി ദൈവം ഒരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. അതാണ് പോളിൽ കൂടെ എഴുതിയിരിക്കുന്ന 13 ലേഖനത്തിലാണ് ക്രിസ്തീയ മാർഗം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യഹൂദിയ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസങ്ങളോട് കൂട്ടിയിളക്കി ഒരു 40-45 ക്രിസ്തീയ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നമ്മളെ സാത്താൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിരിക്കും. ഈ സത്യം മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. എൻ്റെ വിഷയം സ്നാനമാണ് എങ്കിലും ആമുഖമായിട്ട് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലെറ്റ് സ്റ്റാർട്ട്, കം ബാക്ക് ടു അവർ സബ്ജക്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്നാനം? ദൈവവചനം അനുശാസിക്കുന്ന ക്രിസ്തീയ സ്നാനം എന്താണ്? റോമാ ലേഖനം, അതായത്
ക്രിസ്തീയ ഉപദേശങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയപ്പെടുന്ന റോമാലേഖനം, അതിലെ 6-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടുതലായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കാം. 3-ാമത്തെ വാക്യത്തിൽ പറയുക, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്യം കൊടുത്ത് വായിച്ചിട്ട് തിരിച്ചു വരാം. അവിടെ പറയാണ്, അടുത്ത വാക്യം അവിടെ പറയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 3-ാമത്തെ വാക്യം, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ വിഷയം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇതൊരു വലിയ വിഷയമാണ്. എന്നാലും ഡോക്ട്രിനൽ ബുക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാലേഖനം. അതിൽ കൂടെ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന പ്രമാണത്തിൽ ഒരു പ്രധാന വിഷയമായത്. അതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. അത് മനസ്സിലാക്കി നമുക്ക് അടുത്ത അധ്യായത്തിൽ അടുത്ത റെഫറൻസിലേക്ക് കടക്കാം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ മുതൽ നിങ്ങളുടെ അറ്റൻഷൻ ഫുൾ ആൻഡ് ഫുൾ ഞാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കൃപയാലുള്ള രക്ഷയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ നമുക്ക് ലഭിച്ച നീതീകരണവും വിശദീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമായി റോമാലേഖനം 5-ാം അധ്യായം എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുക്കടുക്കായിട്ട് അതുകൊണ്ടായി റോമാലേഖനത്തിന് അടിസ്ഥാന പ്രമാണം എന്ന് പറയാൻ കാര്യം. അടുക്കടുക്കായിട്ട് നാം എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നതെന്നും കൃപയാലുള്ള രക്ഷ എന്താണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ബുക്കാണ് ഈ 4-ഉം 5-ഉം അധ്യായങ്ങൾ. 4-ാം അധ്യായത്തിൽ ആ വിഷയം പറഞ്ഞു തുടങ്ങി. 5-ാം അധ്യായത്തിൽ അതിന്റെ കോർ സബ്ജക്ട് സംസാരിച്ചിരിക്കുക. അതിൽ കൂടിയാണ് നാം കൃപയാൽ രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് ഈ കൃപയാൽ നാം എങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയാം. 5-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ച് നിങ്ങളെ അതിലൊന്ന് കണക്ഷൻ കൊണ്ടുവന്ന് ഞാൻ മുന്നോട്ട് മാറാം. 18-ാമത്തെ വാക്യം പറയുന്നത് കണ്ടോ, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉലകത്തിലുള്ള സകല മാനവരാശിക്കും രക്ഷപ്പെടാനുള്ള ജീവകാരണമായ നീതീകരണം വന്നിരിക്കുന്നു എന്ന് പറയുക. ഏക ലംഘനത്താൽ എന്ന് പറയുന്നത് ആദാം ലംഘിച്ച കൽപ്പന ലംഘിച്ചതിനാൽ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതിനാൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. അതുപോലെ യേശു ക്രിസ്തു നീതിയായി പിതാവിന്റെ കൽപ്പന നീതിയായി ഫോളോ ചെയ്തതിനാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നിരിക്കുക. അടുത്ത വാക്യം പറയുക, ആദാമിന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദാം ചെയ്ത പാപത്തിന് ഇവിടെ ഒരു പരിഹാരം ഓൾറെഡി വരുത്തിയിരിക്കുക. നാം എങ്ങനെ ഈ ആദാമിന്റെ പാപത്തിന് നമ്മൾ ഉത്തരവാദികളായത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഏകന്റെ ലംഘനത്താൽ അനുസരണക്കേടിനാൽ നമ്മൾ പാപികളായി എന്ന് പറയുന്നത്? ആദാം നമ്മളുമായിട്ട് എന്ത് കണക്ഷനാ? നമ്മുടെ എത്രയോ നാൾ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആദാം. നമ്മൾ കണ്ടിട്ടില്ല, നമുക്കൊരു പിടിയുമില്ല. ആ ആദാം ചെയ്ത പാപത്തിന് എന്തിനാ നമ്മൾ അതിന്റെ കുറ്റം തെറ്റ് നമ്മൾ എന്തിനാ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാം. ആദാം ചെയ്ത ആ കൽപ്പന ലംഘനം കാരണമാണ് നാം ഇന്ന് മരിച്ച് മൺമറഞ്ഞ് നിത്യ നരകത്തിലേക്ക് പോകുന്നതിന്റെ കാരണം അതാണ്. 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഇന്ന് മരിക്കുന്നത് അവൻ ചെയ്ത പാപം കൊണ്ടല്ല, ആദാം ചെയ്ത പാപം കൊണ്ടാണ്. അതെങ്ങനെ നമ്മിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ലൈനിൽ കൂടെ, നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡ് ആദാമിന്റെ ബ്ലഡ് ലൈനിൽ കൂടെ വന്നതാണ്. പരമ്പരാഗതമായിട്ട് ആ ബ്ലഡാണ് തന്റെ മകനിലും പരമ്പരയായിട്ട് കൈമാറി വന്നിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ആ രക്തവും DNA-യും ആദാമിൽ നിന്ന് വന്നതാണ്. ആദാം പാപം ചെയ്തതിനാൽ ആ പാപം നമ്മിലും എത്തിയിരിക്കുക. അതിനൊരു പരിഹാരം വരുത്തിയിരുന്നില്ലെങ്കിൽ നാം ചത്ത് കെട്ടടങ്ങി നിത്യ നരകത്തിൽ പോകും. ഇതിന് പരിഹാരം വരുത്തുവാനായിട്ട് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായിട്ട് വന്ന് ഇതിനൊരു പാപ പരിഹാരം വരുത്തിയിരിക്കുക. ഇന്ന് ആ പാപ പരിഹാരത്തിൽ നാം പരിപൂർണമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ ആദാമ്യ പാപത്തിനൊരു പരിഹാരം വരികയും നാം ക്രിസ്തുവിലായി തീരുകയും ചെയ്യുക. ആ വിവരമായി എഴുതിയിരിക്കുന്നത്. ആദാമിന്റെ അനുസരണക്കേടിനാൽ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ, അതായത് യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇന്ന് നമ്മൾ അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നാം നീതിമാന്മാരായി തീരുക. ഈ വിഷയമാണ് 5-ാം അധ്യായത്തിൽ പറയുന്നത്.
അത് പറഞ്ഞിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുക. 5-ാം അധ്യായവും 6-ാം അധ്യായവും ഒക്കെ ഈ അധ്യായങ്ങളായിട്ടൊക്കെ തിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ കാൻറ്റർബറി ബിഷപ്പാണ്. ഇതിങ്ങനെ അടുക്കടുക്കായിട്ട് അതേ ആ ഒരു സ്ക്രോളിൽ എഴുതി എഴുതി പോരുക. ഈ വിഷയം പറഞ്ഞിട്ട് അതിന് താഴെയായിട്ട് എഴുതുകയാണ്, അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു പാപവും ഇന്ന് ലോകത്തിൽ നിലവിലില്ല. അതിൽ രക്ഷിക്കപ്പെടാത്ത ഒരു പാപിയും ഇന്ന് ലോകത്തിലില്ല. വേർ സിൻ അബൗണ്ടഡ് ഗ്രേസ് ഡിഡ് മച്ച് മോർ അബൗണ്ട്. കർത്താവിന്റെ കൃപ, പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. എല്ലാ പാപത്തിനും പരിഹാരം കർത്താവിന്റെ കാൽവറി രക്തത്തിലുണ്ട്. അങ്ങനെ അതുവരെ ആദാമിലായിരുന്ന നാം കാൽവറിയിലെ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിലായി തീർന്നിരിക്കുക. ആദാമിന്റെ ആ ബ്ലഡിന്റെ ആ രക്തത്തിന്റെ ആ ഒരു ലീനിയേജിൽ, ആ ഒരു പരമ്പരയായിട്ട് വന്നിരുന്ന നമ്മൾ ഒരു ഇന്ററപ്ഷൻ ഉണ്ടായിട്ട് യേശു ക്രിസ്തുവിലേക്ക് മാറുക. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരാൾ ആദാമിലല്ല, അവൻ ക്രിസ്തുവിലായി തീരുക. നമ്മൾ എങ്ങനെയാണ് ആദാമിലായിരുന്ന ഒരാൾ ക്രിസ്തുവിലായി തീർന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ അല്പം കൂടെ മനസ്സിലാവും. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്നാനം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിലുകൾ പറയുന്നത്. ആദാമിലായിരുന്ന നാം എങ്ങനെ ക്രിസ്തുവിലായി മാറി എന്നൊരു വിഷയം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുക. നമുക്ക് വേണ്ടി കർത്താവ് ഒരു മറുവിലയാഗം, ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, മനസ്സിലായോ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ ഒരു പ്രായശ്ചിത്ത യാഗം അവിടെ നടക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുകയും നാം ക്രിസ്തുവിലായി മാറുകയുമാണ്. എങ്ങനെ നാം ക്രിസ്തുവിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ ആ മരണ അടക്ക പുനരുദ്ധാനം പ്രാപിച്ച കർത്താവിന്റെ ആ ആത്മാവ്, നാം അതിൽ വിശ്വസിക്കുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മുടെ ആത്മാവിന്റെ മേലെ അത് വന്ന് നമ്മളെ പൊതിയുകയും ചെയ്യുക. നമ്മുടെ ആഴമായ വിശ്വാസം, നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ, അങ്ങനെ വായിച്ച് എഴുതിയിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ അന്തരാത്മാവിൽ നടക്കുന്ന ആ പരിവർത്തനത്തിന്റെ ആഴവും സമർപ്പണവും മനസ്സിലാക്കുന്ന ദൈവം, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്ന് നാം ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ ആ മരണ അടക്ക പുനരുദ്ധാനം പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. ഇതിനെയാണ് ബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസോ എന്ന് പറയുന്നത്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു ബക്കറ്റിൽ നമ്മൾ ഒരു ചുമന്ന ലിക്വിഡ് എടുത്തിട്ട് ഒരു വെള്ള തുണി അതിലേക്ക് മുക്കിയാൽ ആ വെള്ള തുണി പൊക്കുമ്പോൾ അത് ചുമന്ന തുണിയായിട്ട് മാറും. അത് ആ വെള്ളവുമായിട്ട് അനുരൂപമായി മാറുക. ഇതിനെയാണ് ബാപ്റ്റിസോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ബാപ്റ്റിസം എന്ന് പറയുന്ന വിഷയത്തിൽ ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപമാകുക ചെയ്യുന്നത്. കർത്താവിനോട് നമ്മൾ അനുരൂപരാകുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, ആ മരണ അടക്ക പുനരുദ്ധാനം പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, ആ മരണത്തിനും അവന്റെ അടക്കത്തിനും അവന്റെ പുനരുദ്ധാനത്തിനും നമ്മൾ പങ്കാളികളായി തീരുക. നമ്മൾ അതിന് അനുരൂപരായി തീരുകയാണ്. അങ്ങനെ ആദാമിലായിരുന്ന നാം ക്രിസ്തുവിലായി തീരുകയും ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലെ വരികയും ചെയ്യുക. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം പറയുകയാണ്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഓൾറെഡി ഇത് അറിഞ്ഞിരിക്കണമായിരുന്നു. അത്ര പ്ലെയിൻ ആയിട്ട് ഒരു ട്രൂത്ത് ആയത്. അങ്ങനെ അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായ നാം അവന്റെ മരണത്തിൽ മാത്രമല്ല അവന്റെ അടക്കത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും പങ്കാളികളായി തീർന്നിരിക്കുക. ഇതിനെയാണ് സ്നാനം എന്ന് പറയുന്നത്. ആ പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. അതെങ്ങനെ അവൻ നമുക്ക് പകരമായിട്ട് മരിക്കുന്നത്? ഒരു വാക്യം ഞാൻ കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. 14-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ലൈൻ കണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടുത്ത വാക്യം കണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അത് എന്തുവാന്ന്? നമുക്ക് എല്ലാവർക്കും വേണ്ടി, അതായത് വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അതായത് നമ്മൾ എല്ലാവരും വന്ന് അവൻ്റെ കൂടെ മരിച്ചു. അതെങ്ങനെ നമ്മൾ ഭരിക്കുന്നേ? അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ, ഈ ആദാം ചെയ്ത പാപം എങ്ങനെ നമ്മുടെ ബ്ലഡിൽ വന്നോ അതുപോലെ തന്നെ കർത്താവ് ചെയ്ത ആ നീതീകരണം നമ്മുടെ ആത്മാവിലേക്ക് വരിക. അവന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വരിക. കാര്യം നമ്മൾ മരിക്കേണ്ടുന്ന മരണം കർത്താവ് നമുക്ക് പകരമല്ല, ആ മരണം കർത്താവിന്റെ മരണത്തിൽ സാധ്യമായിരിക്കുക.
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. കണ്ടോ, കർത്താവിന്റെ ആ മരണത്തിൽ നമ്മളെല്ലാം അവനോടുകൂടെ മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചുവെന്നും അടുത്ത വാക്യം കണ്ടില്ലയോ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത്, എന്റെ മരണം കർത്താവിലായിരിക്കുക. അങ്ങനെ ഞാൻ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. എവിടെ? ആ കല്ലറയിൽ, അരിമത്യാസിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഉയർത്തു. അയ്യോ, അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മരിക്കുന്നേ? ഇന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അതൊക്കെ നടന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഞാൻ അവനോടുകൂടെ മരിക്കുകയും അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക. ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേലേക്ക് വരിക. നമ്മൾ അത് വിശ്വസിക്കുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളെ മുദ്രയിടുക ചെയ്യുന്നത്. CFS ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഈ കൂട്ടത്തിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലയോ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. ഇതാ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ആ സുവിശേഷം. ആ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ആത്മാവ് തന്റെ സ്വന്തം ജനത്തിന് വേണ്ടിടപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ ആ വാഗ്ദത്തത്തിന് പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. അതായത് നമ്മൾ അതിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ ആ സത്യവചനം, എൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, ആ സത്യവചനം ഞാൻ കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നിരിക്കുക. അതെങ്ങനെ വന്നേ? നമ്മുടെ ആത്മാവിന്റെ മേലെ വന്ന് അത് പൊതിഞ്ഞിരിക്കുക, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് കാണിക്കാം. 8-ാം അധ്യായം 9-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ആ ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? ഇവിടെ പറയാണ്, നൗ ഇഫ് എനി മാൻ ഹാവ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഹി ഈസ് നൺ ഓഫ് ഹിസ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവനല്ല. അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ താങ്കൾ ഒരു ക്രിസ്ത്യാനിയെ അല്ലെന്നാ വാക്ക് പറയുന്നത്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതെപ്പോഴാ വരുന്നേ? യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എനിക്ക് പകരമായി കാൽവറിയിൽ പരമയാഗമായി എന്ന് ഞാൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ച് അടിയറവ് പറയുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന വിശ്വാസത്തിന്റെ തീവ്രത, അതിന്റെ ആഴം മനസ്സിലാക്കിയ ദൈവം തന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതായി പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. ഇതിന്റെ 11-ാമത്തെ വാക്യം കണ്ടോ? 11-ാമത്തെ വാക്യം പറഞ്ഞ കണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ലഭിച്ചിരിക്കുന്ന ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും, അതിനെ പുനരുജ്ജീവിപ്പിക്കും, അതിനെ ജീവനും ചൈതന്യമുള്ളതാക്കി തീർക്കും. അനുദിനം ആത്മീക സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ ഈ ജഡം ചൈതന്യമുള്ളതായിട്ട് മാറും. അതാണ് ഈ വാക്യത്തിൽ ഈ പറയുന്നത്. ഈ പറയുന്നതിന്റെ എല്ലാം അർത്ഥം, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക. ഇതിനെയാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിന്റെ മരണത്തോട് നമ്മൾ അനുരൂപരാകുക. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ, പറഞ്ഞോട്ടെ. കർത്താവ് എങ്ങനെയാ നമ്മളോട് അനുരൂപനായി തീർന്നത്? കർത്താവ് എന്തിനാ മരിച്ചത്? കർത്താവിന് മരിക്കേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നോ? കർത്താവിന് മരിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല. മരണം പാപത്തിന്റെ ശമ്പളമാണ്. കർത്താവ് പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാപത്തിലാണോ കർത്താവ് ജനിച്ചത്? അല്ല. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് പറയുന്നുണ്ട്. അത് ശരി, അത് നമ്മുടെ കാര്യമാണ്. കർത്താവ് ജനിച്ചത് പാപത്തിലല്ല. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം കണ്ടിട്ടില്ല, പാപം അറിയത്തില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. അങ്ങനെ പാപമാക്കുക ചെയ്ത്, അല്ല പാപിയായിട്ടല്ല. കർത്താവിന് മരിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം പാപത്തിന്റെ ശമ്പളമാണ് മരണം. കർത്താവിൽ പാപമില്ല, പാപം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ കർത്താവ് മരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും സാത്താന്റെ ആ ഏദൻ തോട്ടത്തിലെ ആദാം ചെയ്ത തെറ്റുകൊണ്ടല്ല കർത്താവ് കാൽവറിയിൽ മരിക്കുന്നത്. കർത്താവിന് മരിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം കർത്താവ് പരിശുദ്ധ ആത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. ആദാമ്യ റൂട്ടിലോ ആദാമ്യ ബ്ലഡ് ലൈനിലോ അല്ല കർത്താവ് ഈ ലോകത്തിൽ വരുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമറിയത്തിൽ ഉൽപ്പാദിതമായിരിക്കുന്നത്. ആ കർത്താവിന്റെ മരണത്തിന്, ആ കാൽവറി ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ ഡെഡ് ബോഡിക്ക് പോലും സാത്താൻ അധികാരമില്ല.
കാര്യം കർത്താവ് തന്റെ പ്രാണനെ പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലാതെ അത് പാപത്തിന്റെ ശമ്പളമായിട്ട് നടക്കുകയല്ല. തന്റെ ആത്മാവിനെ കർത്താവ് പിതാവിലേക്ക്, പിതാവ് എന്റെ ആത്മാവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ അതിന്റെയൊക്കെ റെഫറൻസ് എടുക്കുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ട്. ഇതാണ് കർത്താവിന്റെ മരണം. ആ കർത്താവ് മരിക്കുന്നത് പിന്നെ എന്തിനു മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കുക. അതല്ലാതെ വേറെ ഒരു കാര്യത്തിലും രക്ഷയില്ല. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ വന്നത്, കർത്താവ് എങ്ങനെയാണ് നമ്മളോട് അനുരൂപരായത്? എങ്ങനെയാണ് നമ്മളോട് കർത്താവ് അനുരൂപരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം കാണിക്കാം. 12-ാം അധ്യായം 50-ാം വാക്യം. അവിടെ കർത്താവ് പറയുകയാണ്, 12:50 പറയാണ്, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്. കർത്താവ് പറയുക, ബട്ട് ഐ ഹാവ് എ ബാപ്റ്റിസം ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത്. ഏത് ബാപ്റ്റിസത്തിന്റെ കാര്യമാണ് കർത്താവ് ഈ പറയുന്നത്? യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ട് 3 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് പറയുക, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്. ഈ സ്നാനം എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറി യാഗമാണ്. ക്രൂശ് മരണത്തിൽ കൂടി അവൻ നമ്മോട്, മാനവജാതിയോട് അനുരൂപനാകുക. ഈ സ്നാനം എന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മളോട് ഒരുപോലെ അനുരൂപനാകുന്ന ഒരു സ്നാനമാണ് ഈ കാൽവറി സ്നാനം. അതാണ് കർത്താവ് പറയുന്നത്, എങ്കിലും ഐ ഹാവ് എ ബാപ്റ്റിസം ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത്. ഈ ബാപ്റ്റിസത്തിലൂടെ കർത്താവ് മാനവരാശിയോട് അനുരൂപരാകുന്ന പോലെ നാം പരിശുദ്ധാത്മ സ്നാനത്താൽ യേശു ക്രിസ്തുവിനോട് അനുരൂപരാകുക. കർത്താവ് തന്റെ ക്രൂശ് മരണത്തിൽ കൂടി എന്ന സ്നാനത്തിലൂടെ മനുകുലത്തിനോട് എങ്ങനെ അനുരൂപനായോ, നാമും അവന്റെ ക്രൂശ് മരണത്തിൽ ആ പങ്കാളിയാവുന്ന സ്നാനത്താൽ അവനോട് അനുരൂപരാകുക. 6-ാം അധ്യായത്തിന് 3-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം കൂടി ഇപ്പൊ ആ കാര്യം ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങൾക്കിത് മനസ്സിലാക്കി തരട്ടെ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. മരണം കൊണ്ട് തീരുകയാണോ? അടുത്ത വാക്യം കണ്ടില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനോട് അരിമത്യയിലെ ആ കല്ലറയിൽ അടക്കിയപ്പോൾ നമ്മളും അടക്കപ്പെട്ടു എന്ന്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവനോടുകൂടെ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, നമ്മൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേൽ വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് അനുരൂപരായി. അതിനെയാണ് സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസോ എന്ന് പറയുന്നത്. മരണവും അടക്കവും പുനരുദ്ധാനവും ഒക്കെ അനുഭവിച്ച ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നു കഴിയുമ്പോൾ നാമും അവനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുക. 1-2 വാക്യങ്ങൾ കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ കാണിക്കാം. കർത്താവിലെ വിശ്വാസത്താൽ അവന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയും നമ്മെ റിഡംഷൻ നാൾ വരെ മുദ്രയിടുകയും ചെയ്യുക. പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ചിരിക്കുന്ന എല്ലാ സ്നാനവും ഈ വിഷയമാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഗലാത്യർ 3:27 അവിടെ പറയുന്ന സ്നാനം ഏതാന്ന് നോക്കിയേ. അവിടെ പറയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലെ വന്നിരിക്കും. ഒരു ഉടുപ്പ് ഇട്ടേക്കുന്നത് മാതിരി, ഒരു ഷർട്ട് ഇട്ട് പൊതിഞ്ഞിരിക്കുന്ന മാതിരി ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നിരിക്കുക. അതിനെയാ പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ. ഇവിടെ ചേരുന്നത് കർത്താവിനോടാ. സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുക. മനസ്സിലായോ? അടുത്ത വാക്യം കണ്ടില്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 1 കൊരിന്ത്യർ 12:13 കാണിക്കുക. അവിടെ പറയും, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ. ഏത് ശരീരത്തിന്റെ കാര്യമായി പറയുന്നത്? ഈ ഏക ശരീരമാകുമാർ എന്ന് പറഞ്ഞ ഏത് ശരീരമായി ഏക ശരീരം? ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ആ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റം. കണ്ടോ, ഏതിലാ സ്നാനമേൽക്കുന്നത്? ഒരേ ആത്മാവിൽ സ്നാനമേറ്റം. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു. ഇവിടെ ഒന്നും വാട്ടർ ബാപ്റ്റിസത്തിന്റെ കാര്യമേ അല്ല ഈ പറയുന്നത്. ഇതെല്ലാം നാം ആ വിശ്വസിക്കുമ്പോഴത്തേന് കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരികയാണ്. നാം എല്ലാവരും ഏക ശരീരം, കർത്താവിന്റെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരാൻ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുക. ഫോർ ബൈ വൺ സ്പിരിറ്റ്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നുണ്ടോ? ഫോർ ബൈ വൺ സ്പിരിറ്റ് are we all baptized into one body, whether we be Jews or Gentiles, whether we be bond or free, and have been all made to drink into one spirit.
നമ്മളെല്ലാം ആ ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുക. കൊലോസ് ലേഖനം ഇതെല്ലാം പോൾ എഴുതിയിരിക്കുന്ന എല്ലാ സ്നാനവും ഇതാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കാണിക്കുക. 12-ാം വാക്യം കാണിക്കുക. അവിടെ പറയുന്നത് കണ്ടില്ലയോ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു. കണ്ടോ, ഇത് മരിക്കുകയും അടക്കപ്പെടുകയും പുനരുദ്ധാനവും ഒക്കെ ചെയ്യുന്ന കാര്യം അവന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്നിരിക്കുക. കാര്യം ആ മരണ പുനരുദ്ധാനം അനുഭവിച്ച ആ ആത്മാവ് നമ്മുടെ മേലെ വന്ന് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുക. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം അവനുള്ളവരല്ല. ഇവിടെ പറയാ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി, പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഒരു തുള്ളി വെള്ളത്തിന്റെ പ്രതിപാദ്യമില്ല. ഇതെല്ലാം പരിശുദ്ധ ആത്മാവിനാൽ, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്ന് നമ്മളെ ബാപ്റ്റൈസ് ചെയ്യുക. ബാപ്റ്റിസോ, നമ്മൾ അതുമായിട്ട് ചേരുക, കർത്താവിനോട് അനുരൂപരാകുക. ഈ ഒരു ഒറ്റ ബാപ്റ്റിസം ആ ക്രിസ്തീയ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടിലെ 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടോ, അവിടെ പറയാണ് 1 Lord, 1 faith, 1 baptism. ഈ ഒരേ ഒരു ബാപ്റ്റിസമേ ഉള്ളൂ നമുക്ക്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. അല്ലാതെ ഈ എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്ന മാതിരി സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പം, മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറഞ്ഞ ആ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഉണ്ടല്ലോ, അത് ഈ കാലഘട്ടമല്ല. ദിസ് ഈസ് 1 Lord, 1 faith, 1 baptism. ഇതാണ് നമ്മുടെ ബാപ്റ്റിസം എന്ന് പറയുന്നത്. നമ്മളെ ബാപ്റ്റൈസ് ചെയ്യുക, പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. അതിൽ വിശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കും തന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വന്ന് നമ്മളെ ആത്മാവിൽ മുദ്രയിടുക. അത് എത്ര നാളത്തേക്കാ? റിഡംഷൻ ഡേ. അതെന്നാ? റാപ്ചർ ഡേയിൽ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുകയും ആ കാഹളം ധ്വനിക്കുകയും ചെയ്യുമ്പോൾ നാം അക്ഷയരായി ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും, കർത്താവിനോടൊപ്പം നൊടിയിടയിൽ അവിടെ ചേരും. ആ ഒരു ആഷുറൻസ് ആണ് നമുക്ക് തരുന്നത്. ഇനിയും ഈ കാര്യം നമുക്ക് അറിയാതെ പോയി നമ്മളിത് വാട്ടർ ബാപ്റ്റിസം ആണെന്ന് പറഞ്ഞ് നമ്മളെ വെള്ളത്തിലൊക്കെ മുക്കി ഇവിടെ നനച്ച് ഇവിടെ വെള്ളത്തിൽ നിർത്തി ഇതിന്റെ കോർ സബ്ജക്ട് നമ്മൾ വിട്ടുപോവുക. ക്രിസ്ത്യാനിറ്റിയുടെ ഹൃദയം നമ്മൾ വിട്ടുകളയുക. ആ ഒരു മെഴ്സിഡീസ് ബെൻസ് മേടിച്ചിട്ട് അകത്ത് എഞ്ചിൻ ഒന്നുമില്ല, ചുമ്മാ ഡബ്ബ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. അതിനകത്ത് കയറി നമ്മളിങ്ങനെ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് തിരിച്ചിങ്ങാക്കി ഇരിക്കാന്നുള്ളതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. എഞ്ചിനില്ല, അകത്ത് എഞ്ചിനില്ല, അത് അകത്തില്ല, ആ ഒരു ബോഡി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഹാർട്ട്, അതിന്റെ എഞ്ചിൻ, അതിന്റെ ആ കീ ഇടുന്ന ആ സംഗതിയാണ് ഈ മിസ്സായിരിക്കുന്നത്. ഇത് വെള്ളത്തിൽ മുക്കുന്ന ബാപ്റ്റിസം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are not a Christian, to be very honest. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. യഹൂദീയ പദ്ധതിയായ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്, അതിന് കാരണം ഉണ്ടായിരുന്നു. ആ കർത്താവ് അവർക്ക് കൊടുത്ത കൽപ്പനയായിരുന്നു. അതിനെല്ലാം കാലഘട്ടവും കാരണങ്ങളും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു. കിങ്ഡം ഗോസ്പലിലെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് 12 വരെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന പദ്ധതിയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഇന്നത്തെ സ്നാനം, പരിശുദ്ധ ആത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് എന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? റോള് മാറിയിരിക്കുക. ഇത് കാലഘട്ടവും പദ്ധതിയും വേറെയാണ്. ഇത് സ്വർഗത്തിലേക്ക് പോകുന്ന പദ്ധതിയാണ്. പണ്ട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന പദ്ധതിയിൽ നിന്നും ഇന്ന് പരിശുദ്ധ ആത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കുന്ന പദ്ധതിയായി ഈ കാലഘട്ടത്തിൽ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അന്നത്തെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നതിന്റെ അതിന്റെ റീസൺ ഉണ്ടായിരുന്നു. കാര്യം അന്ന് അവർ നിൽക്കാൻ പോകുന്നത്, അവർ കടക്കാൻ പോകുന്ന ഒരു ഭയങ്കര പീഡന കാലത്തിലേക്കാണ്, ഭയങ്കര ചലഞ്ചിങ് പീരീഡിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഉലകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടി അവരങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകും. അതുപോലുള്ള പവർ അവർക്ക് ലഭിക്കണം. മരിച്ചവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. കൈവെക്കുന്നവൻ സൗഖ്യമാകണം, പാപം മോചിച്ചു കിട്ടണം. അതുപോലുള്ള അധികാരം അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുക, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാവും. അതിനവർക്ക് പവർ വേണം. അവർ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാളങ്ങളും ഒക്കെ ചെയ്യണം. ആ ശക്തി ലഭിക്കണം. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആ ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവർക്ക് ആ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നത്. എന്നാൽ ആ പദ്ധതി ദൈവം കൈവിട്ടിരിക്കുക. അവരെ ദൈവം റീസ്റ്റോർ ചെയ്യും. പക്ഷെ ഈ കാലഘട്ടം റീസ്റ്റോർ ചെയ്യുന്ന കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിൽ കൃപായുഗവും നാം
സകല ജാതികൾക്കും സകല മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്ന ഒരു പ്രത്യേക കൃപാ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇവിടുത്തെ ഇതിന്റെ റിസൾട്ട് നാം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ചേർക്കപ്പെടുന്ന പദ്ധതിയാണ്. ഇവിടെ പരിശുദ്ധ ആത്മാവ് നമ്മൾ പ്രാപിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ശക്തി ലഭിച്ചിട്ട് നമ്മളെല്ലാം സൂപ്പർമാൻ ആകുകയല്ല. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും രോഗികളെ വിളിച്ചു നിർത്തി സൗഖ്യം കൊടുക്കുകയും ഇതിന്റെ ഒന്നും ആവശ്യമുള്ള കാലമല്ല ഇത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേനും നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭയങ്കര അത്ഭുതം പ്രവർത്തിക്കും, ശിംശോനെ പോലെ നിങ്ങൾ ഭയങ്കര അത്ഭുതങ്ങൾ കാണിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ല ഇത്. നമ്മുടെ മേലെ പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മെ ക്രിസ്തുവിലാക്കി തീർക്കുന്ന ഒരു റോളാ പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിലുള്ളത്. നമ്മളെ മുദ്രയിട്ട് നമ്മെ സൂക്ഷിക്കുക. നമുക്ക് പാപമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ മുദ്രയിട്ട് പരിശുദ്ധ ആത്മാവിനാൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായത്. ഇവിടെ ഭയങ്കര പവർ കിട്ടി ഭയങ്കര സൂപ്പർമാൻ ആകുന്ന കാലമല്ല ഇത്. എന്നാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പന്തിരുവരും പെന്തിക്കോസ് നാളിലും ഒക്കെ പരിശുദ്ധാത്മാവ് വന്നതിന്റെ പർപ്പസ് അതായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മെ യേശു ക്രിസ്തുവിനോട് ചേർക്കുക. ഇവിടെ ഭയങ്കര പവറിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഈ കാര്യം മനസ്സിലായിട്ട് ധൈര്യത്തോട് ഈ സത്യം ഒന്ന് ജനത്തോടൊന്ന് പറയാനുള്ള പവർ കിട്ടിയാൽ മതിയായിരുന്നു. ഈ സത്യം ധൈര്യത്തോടൊന്ന് വിളിച്ചു പറയാൻ. ഇവിടെ വേറെ പവറിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പവർ കിട്ടുന്ന ഒരു കാലഘട്ടമല്ല ഇത്. നമ്മളെ ദൈവം സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പരിശുദ്ധ അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ഈ 2 കൊരിന്ത്യർ 5:17 വാക്യം കൂടെ കാണിച്ചാൽ നിർത്താനായിട്ട് പോകാം. 2 കൊരിന്ത്യർ 5:17 വാക്യം. അങ്ങനെ അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ പറഞ്ഞു കണ്ടില്ലയോ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, അങ്ങനെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ എങ്ങനെ, ഈ വിശ്വാസത്താൽ അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നാം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറത്തെ ബോഡി ഇത് തന്നെയാണ്. നമ്മുടെ അകത്ത് വേറെ ഒരാൾ വന്നിരിക്കുക, അതായത് കർത്താവിന്റെ ആത്മാവ് വന്നിരിക്കുക. നമ്മൾ ആദാമിന്റെ ലീനിയേജിൽ നിന്ന് നമ്മളെ എടുത്ത് ക്രിസ്തുവിന്റെ ലീനിയേജിലേക്ക് മാറ്റിയിരിക്കുക. നമ്മളെ പിന്നെ ഒരു ശക്തിക്കും ഇതിനകത്ത് നിന്ന് ഇനി മാറ്റാൻ കഴിയത്തില്ല. മനസ്സിലായോ? അത് റാപ്ചർ നാൾ വരെ നമ്മളെ ഇതിൽ മുദ്രയിട്ടിരിക്കുക. അങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന്റെ പുറം ചട്ട ഇതാണെങ്കിൽ അവന്റെ അകത്ത് ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിക്കാം. എനിക്കറിയാം ഈ വീഡിയോ നീണ്ടുപോയി, എന്നിരുന്നാൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 6-ാം അധ്യായം തന്നെ നമ്മൾ വായിച്ചു തുടങ്ങി. 6-ാം അധ്യായത്തിന് തന്നെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിന്റെ തുടർമാനമായിട്ട് വായിച്ചാൽ അതിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 6-ാമത്തെ വാക്യം പറഞ്ഞു കണ്ടോ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കണ്ടോ, നമ്മൾ അതിനു മുമ്പുണ്ടായിരുന്ന ആദാമൻ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു പോയി. നമ്മൾ ക്രിസ്തുവിലായി തീർന്നിരിക്കുക. 7-ാമത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇനി ഈ പാപത്തിന് നമ്മുടെ മേലെ ഒരു അധികാരവും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? മറ്റേ പാപത്തിന് അധികാരം പറയാൻ പറ്റുമായിരുന്നു. ഇവൻ എന്റേതാണ്, എൻ്റെ അവകാശപ്പെട്ടാണെന്ന് പറയാം. മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് സാത്താൻ ഒരു ദൂതനോട് വാദിക്കുന്ന ഭാഗം യൂദായുടെ ബുക്കിൽ നിങ്ങൾക്ക് അറിയാം. കാര്യം ഇവിടെ ജനിച്ചതെല്ലാം അവന്റെ അവകാശപ്പെട്ടത്, അവൻ അവകാശം പറയാൻ പറ്റും. അതിന് മിഖായേലിനോട് വാദിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞത് മാതിരി മരിച്ചവൻ ഇനി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുക. അവനിനി ഒരു പാപത്തിന് നമ്മുടെ മേൽ ഇനി ഒരു അധികാരമില്ല. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ നിത്യം ജീവിക്കാൻ പോവുക. ആ കൊലോസി ലേഖനത്തിന്റെ 3-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. ഇതൊക്കെ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. എന്തിനാ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലായാൽ സ്നാനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സ്നാനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ബുക്കിലും കിട്ടത്തില്ല. റോമാലേഖനം അരിച്ചു പിറക്കി നോക്കിയാൽ ഒരു തുള്ളി വെള്ളത്തിന്റെ പ്രതിപാദ്യം അവിടെ ഇല്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ആൻഡ് പ്യുവർലി ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് ആണ്. ഇതാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ വെള്ളത്തെ പിടിച്ച് മുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതെല്ലാം കൊടുത്തിരുന്ന യഹൂദിയ വിശ്വാസത്തിലാണ്. യഹൂദിയ വിശ്വാസമോ പന്തിരുവരിൽ കൂടെ അറിയിച്ച ഉപദേശമോ അല്ല നമ്മുടെ വിശ്വാസം. ഇത് ക്രിസ്തീയ പദ്ധതിയാണ്. ഇത് കൃപായുഗമാണ്. ഇവിടെ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും, നിത്യം സ്വർഗത്തിൽ വാഴുന്ന സ്വർഗീയ പദ്ധതിയാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള എൻ്റെ കഴിവ് തുലവും പരിമിതം. ദൈവവചനം
അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. മനസ്സിലാകുന്നവർ ഈ രക്ഷയിലേക്ക് വരട്ടെ. പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ ധൈര്യത്തോടെ ആരാധിക്കാൻ നെഞ്ചും നെറ്റയും കാണിച്ച് കർത്താവിന്റെ നല്ല ഭടന്മാരായിട്ട് എന്റെ വിശ്വസ്ത ദാസൻ എന്നുള്ള ആ പേര് ഓഹരിക്കാരായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും.